ഹലോ, സ്വാഗതം. നമ്മളൊക്കെ ദിവസവും എത്രയോ മണിക്കൂറുകളാണ് ഓൺലൈനിൽ, അല്ലേ? പക്ഷെ നമ്മൾ ജീവിക്കുന്ന ഈ ഡിജിറ്റൽ ലോകത്തെപ്പറ്റി നമുക്ക് ശരിക്കും എന്തറിയാം? വരൂ, ഇന്ന് നമുക്ക് സൈബർ സ്പേസിലൂടെ ഒരു യാത്ര പോകാം. അതിന്റെ ഘടന, അതിലെ വെല്ലുവിളികൾ, പിന്നെ നമ്മളെ തന്നെ എങ്ങനെ സംരക്ഷിക്കാം എന്നൊക്കെ നമുക്ക് നോക്കാം. ഈ ചോദ്യം നമ്മളോട് തന്നെയാണ്. കാരണം ഇത് വെറുമൊരു ടെക്നോളജിയെപ്പറ്റിയല്ല, നമ്മുടെ എല്ലാം ജീവിതം തന്നെ ഇതിലാണ് കെട്ടുപിടഞ്ഞു കിടക്കുന്നത്. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം. ആദ്യത്തെ സ്റ്റോപ്പ്, ഈ പറയുന്ന വെർച്വൽ ലോകം ശരിക്കും എന്താണ്? നമുക്കൊന്ന് നോക്കിയാലോ. സൈബർ സ്പേസ് എന്ന് കേൾക്കുമ്പോൾ എന്തോ വലിയൊരു ടെക്നിക്കൽ വാക്ക് പോലെ തോന്നും, അല്ലേ? പക്ഷെ സംഭവം സിമ്പിളാ. അതൊരു സ്ഥലമാണ്. ലോകം മൊത്തമുള്ള കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന, സംസാരിപ്പിക്കുന്ന ചില നിയമങ്ങളുണ്ട്. TCP/IP പ്രോട്ടോക്കോൾ എന്നൊക്കെ പറയും. അത് വെച്ചുണ്ടാക്കിയെടുത്ത ഒരു വലിയ ഡിജിറ്റൽ ലോകം. അത്രയുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഡിജിറ്റൽ ലോകത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അതിനൊരു കണക്കുമില്ല. രാവിലെ എണീറ്റ് കൂട്ടുകാരോട് ചാറ്റ് ചെയ്യുന്നത് മുതൽ നമ്മുടെ ജോലി, സിനിമ കാണുന്നത്, ബിസിനസ് ചെയ്യുന്നതുവരെ എല്ലാം, നമ്മുടെ ജീവിതത്തിലെ മിക്കവാറും എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നടക്കുന്നത് ഈ സൈബർ സ്പേസിലാണ്. ശരി, അപ്പോൾ ഈ ലോകം അടിപൊളിയാണെന്നൊക്കെ മനസ്സിലായി. ഇനി നമുക്ക് യാത്രയുടെ അടുത്ത ഭാഗത്തേക്ക് കടക്കാം. ഈ സൈബർ സ്പേസിന്റെ അത്ഭുതങ്ങൾക്കിടയിൽ നമ്മളെല്ലാവരും നേരിടുന്നൊരു വലിയ പ്രശ്നമുണ്ട്: ഇൻഫർമേഷൻ ഓവർലോഡ്, അതായത് വിവരങ്ങളുടെ ഒരു പ്രളയം തന്നെ. ഈ വാക്കുകളൊന്ന് നോക്കിക്കേ. ഇത് ഇന്നോ ഇന്നലെയോ പറഞ്ഞതല്ല, 50 വർഷം മുൻപാണ്. അപ്പോൾ ഈ വിവരങ്ങളുടെ അതിപ്രസരണം അന്നേയുള്ള ഒരു പ്രശ്നമാണ്. പക്ഷേ ഇന്റർനെറ്റും സ്മാർട്ട് ഫോണുമൊക്കെ വന്നതോടെ സംഗതി കൈവിട്ടുപോയി. നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറത്തേക്ക് ഈ പ്രശ്നം വളർന്നു. ഇങ്ങനെയൊരു തോന്നൽ നിങ്ങൾക്കും ഉണ്ടായിട്ടില്ലേ? ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പിടിച്ചു വലിക്കുന്നതുപോലെ. അതിന്റെ കാരണം ഇതാണ്. നോക്കൂ, ഒരു സൈഡിൽ നിന്ന് പുതിയ പുതിയ വിവരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. മറുസൈഡിൽ ജോലികൾ പെട്ടെന്ന് തീർക്കാനുള്ള ടെൻഷൻ. ഇതിനിടയിലേക്ക് ആവശ്യമില്ലാത്തതും തമ്മിലൊരു ബന്ധവുമില്ലാത്തതുമായ കാര്യങ്ങൾ കൂടി വരുമ്പോൾ നമ്മളാകെ കൺഫ്യൂഷനിലായി പോകും. അപ്പോൾ ഇതിന്റെ എല്ലാം അവസാനം എന്ത് സംഭവിക്കും? വളരെ സിമ്പിളാണ്. നമ്മുടെ തലച്ചോറിന് താങ്ങാൻ പറ്റുന്നതിലും കൂടുതൽ വിവരങ്ങൾ കിട്ടുമ്പോൾ ശരിയായ തീരുമാനങ്ങൾ എടുക്കാനുള്ള നമ്മുടെ കഴിവ് കുറഞ്ഞു വരും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഈ വിവരങ്ങളുടെ പ്രളയത്തെ നമ്മൾ എങ്ങനെ നേരിടും? പേടിക്കേണ്ട, അതിനും വഴിയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന 3 കാര്യങ്ങൾ ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ വിവരങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് നമ്മൾ കണ്ടു. ഇനി കുറച്ചുകൂടി പേഴ്സണലായ ഒരു കാര്യത്തിലേക്ക് കടക്കാം. നമ്മുടെ സ്വന്തം ഓൺലൈൻ സ്വഭാവം, അത് കൈകാര്യം ചെയ്യുന്നതിലെ വെല്ലുവിളികളിലേക്ക്. കയ്യിലിരിക്കുന്ന ഫോൺ താഴെ വെക്കാൻ തോന്നുന്നില്ലേ? അല്ലെങ്കിൽ ഒരു ഗെയിം കളിച്ചു തുടങ്ങിയാൽ നിർത്താൻ പറ്റുന്നില്ലേ? എപ്പോഴാണ് ഒരു സാധാരണ വിനോദം ഒരു അഡിക്ഷൻ അല്ലെങ്കിൽ ആസക്തിയായി മാറുന്നത്? നമുക്ക് നോക്കാം. ചിലപ്പോഴൊക്കെ ഓൺലൈനിൽ ഇത്രയും സമയം കളഞ്ഞല്ലോ എന്നോർത്ത് ഒരു കുറ്റബോധം തോന്നാറുണ്ടോ? അല്ലെങ്കിൽ സമയം പോകുന്നതറിയാതെ മണിക്കൂറുകളോളം അതിൽ തന്നെ മുഴുകിയിരിക്കാറുണ്ടോ? ഇതൊന്നും വെറും ശീലങ്ങളായി തള്ളിക്കളയരുത്. ചിലപ്പോൾ അത് ഡിജിറ്റൽ ലോകത്തോടുള്ള ഒരുതരം വൈകാരിക അടുപ്പമായി മാറിക്കഴിഞ്ഞിട്ടുണ്ടാവും. ഇത് നമ്മുടെ മനസ്സിനെയും നമ്മുടെ സാധാരണ ജീവിതത്തെയും വരെ മോശമായി ബാധിക്കാം. ഇതുവരെ നമ്മൾ സംസാരിച്ചത് നമ്മുടെ ഉള്ളിലെ പ്രശ്നങ്ങളെപ്പറ്റിയാണ്. ഇനി നമുക്ക് പുറത്തുള്ള ഭീഷണികളിലേക്ക് ശ്രദ്ധിക്കാം. സൈബർ കുറ്റകൃത്യങ്ങളുടെ ലോകത്തേക്ക് സ്വാഗതം. സൈബർ ക്രൈം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നത് ഒരു തരം ഹാക്കിംഗ് മാത്രമായിരിക്കും, അല്ലേ? പക്ഷേ സത്യത്തിൽ അത് പലതരത്തിലുണ്ട്. സാധാരണക്കാരെ ലക്ഷ്യം വെക്കുന്ന സ്റ്റോക്കിംഗ്, നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് മോഷ്ടിക്കുന്നത്, എന്തിന് രാജ്യങ്ങളെ തന്നെ തകർക്കാൻ നോക്കുന്ന സൈബർ ടെററിസം വരെ ഇതിന്റെ ഭാഗമാണ്. ഈ സൈബർ കുറ്റകൃത്യങ്ങളിൽ ഏറ്റവും സാധാരണയായി നമ്മൾ കാണുന്ന ഒന്നാണ് ഫിഷിംഗ്. നിങ്ങൾക്കെപ്പോഴെങ്കിലും നിങ്ങളുടെ ബാങ്കിൽ നിന്നാണെന്ന് പറഞ്ഞ് ഒരു ഇമെയിൽ വന്നിട്ടുണ്ടോ? പാസ്വേഡ് മാറ്റണം, അല്ലെങ്കിൽ അക്കൗണ്ട് ബ്ലോക്കായി എന്നൊക്കെ പറഞ്ഞ്. മിക്കവാറും അതൊരു ഫിഷിംഗ് അറ്റാക്ക് ആകാം. അത്രയ്ക്കും സാധാരണമാണ് ഈ ഭീഷണി. അങ്ങനെ നമ്മൾ ഈ യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ നമ്മൾ പേടിക്കുകയല്ല, പകരം നമ്മളെ തന്നെ എങ്ങനെ സംരക്ഷിക്കാമെന്ന് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം: നമ്മൾ എങ്ങനെയാണ് സ്വയം രക്ഷിക്കുക? സൈബർ സുരക്ഷയുടെ ചില പ്രാക്ടിക്കൽ വഴികളിലേക്ക് നമുക്ക് കടക്കാം. ഈ 3 കാര്യങ്ങൾ എപ്പോഴും ഓർമ്മയിൽ വയ്ക്കുക. ഇത് ആർക്കും ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ പക്ഷേ ഭയങ്കര പവർഫുള്ളായിട്ടുള്ള സുരക്ഷാ മാർഗങ്ങളാണ്. ഇത് നിങ്ങളുടെ ഡിജിറ്റൽ ജീവിതം ഒരുപാട് സുരക്ഷിതമാക്കാൻ സഹായിക്കും, ഉറപ്പാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വിശകലനം ഇവിടെ തീരുകയാണ്. പക്ഷേ ഈ ചോദ്യം നിങ്ങൾക്കുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഡിജിറ്റൽ ലോകത്തിൻ്റെ ഒരു മാപ്പ് കയ്യിലുണ്ട്. അതുവെച്ച് നിങ്ങളിനി എങ്ങനെ ഇതിലൂടെ സഞ്ചരിക്കും? ഇന്ന് നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ വെച്ച് കൂടുതൽ അറിവോടും ധൈര്യത്തോടും കൂടി നിങ്ങളുടെ ഡിജിറ്റൽ ലോകത്ത് മുന്നോട്ടു പോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ.